സ്കൈലൈൻ ഹെക്ടേഴ്സ്, സ്കൈലൈൻ ബിൽഡേഴ്സിൻ്റെ പ്രീമിയം പ്ലോട്ട് ഡെവലപ്മെൻറ്റ് വെർട്ടിക്കലാണ് സ്കൈലൈൻ ഹെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. വൈ സ്കൈലൈൻ ഹെക്ടേഴ്സ്? എന്തുകൊണ്ട് ഒരാൾ സ്കൈലൈൻ ഹെക്ടേഴ്സിൽ നിന്ന് പ്രൊജക്ട്സുകൾ വാങ്ങിക്കണം അല്ലെങ്കിൽ പ്ലോട്ടുകൾ വാങ്ങിക്കണം? യാതൊരു നൂലാമാലകളില്ലാതെ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഒരാൾക്ക് ഒരു പ്ലോട്ട് വാങ്ങിക്കാം, വീട് വെക്കാം, സൗകര്യാർത്ഥം വീട് വെക്കാം. സ്കൈലൈൻ ഹെക്ടേഴ്സ് ഒരു കസ്റ്റമർ പ്രൊജക്റ്റ് വാങ്ങിക്കുമ്പോൾ കസ്റ്റമറുടെ ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹാസിൽ ഫ്രീ ഡോക്യുമെൻറ്റേഷനാണ്. എന്താ ഹാസിൽ ഫ്രീ ഡോക്യുമെൻറ്റേഷൻ? ഹാസിൽ ഫ്രീ ഡോക്യുമെൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ലീഗൽ ആസ്പെക്ട്സും കവർ ചെയ്തുകൊണ്ടുള്ള റെറ സർട്ടിഫൈഡ് ആയിട്ടുള്ള ടൗൺ പ്ലാനിങ്ങിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്റ്റുകളാണ് സ്കൈലൈൻ ഹെക്ടേഴ്സിലുള്ളത്. ഒരു വ്യക്തി ഒരു 30 വർഷം കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വന്ന് ഒരു പ്ലോട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ചോളം അയാൾക്ക് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും അറിയണം, എല്ലാ വശങ്ങളും അറിയണമെന്നില്ല. ചിലപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ഫ്യൂച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരാം, ടൗൺ പ്ലാനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ വേറെ എന്തെങ്കിലും ഏതെങ്കിലും സോണായിരിക്കാം, ഒരു എക്സിസ്റ്റിംഗ് റോഡ് വൈഡിങ്ങിൻ്റെ സ്ഥലമായിരിക്കാം, അല്ലെങ്കിൽ പുതിയ റോഡുകൾ വരുന്നൊരു ലൊക്കേഷൻ ആയിരിക്കാം. ഇതൊന്നും ചിലപ്പോൾ ഒരു നോർമൽ ക്ലയൻറ്റ് അറിയണമെന്നില്ല. ഇങ്ങനെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമുക്കവിടെ കൺസ്ട്രക്ട് ചെയ്യാനോ വീണ്ടും ഫർദർ സെയിലിനോ ഒരു സാധ്യമല്ല. അവിടെയാണ് സ്കൈലൈൻ ഹെക്ടേഴ്സിൻ്റെ പ്രസക്തി. സ്കൈലൈൻ ഹെക്ടേഴ്സിൻ്റെ പ്രൊജക്റ്റുകളെല്ലാം റെറ സർട്ടിഫൈഡും ടൗൺ പ്ലാനിങ്ങിൻ്റെ പരിധിയിൽ വരുന്ന പ്രൊജക്റ്റുകളായിരിക്കും. അപ്പോൾ കാലാകാലങ്ങൾ നിലനിൽക്കുന്നതും എത്ര വർഷം കഴിഞ്ഞാലും നമുക്കൊരു വീട് വെക്കാനോ പിന്നീട് കൈമാറ്റം ചെയ്യാനോ അതിന് യാതൊരു തടസ്സങ്ങളും ഉണ്ടായിരിക്കില്ല.